ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്? അതൊക്കെ ഒരു കാരണം ഇருக்கு സാർ. ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയത് അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു സാർ. ഈ കുഞ്ഞിനെ ഞങ്ങൾ മോഷ്ടിച്ചാണെന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ ശല്യപ്പെടുത്തി സാർ. കേസുണ്ടാകുമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തി. ഇന്ന് കൊഞ്ചം താമസിച്ച് മുതലാളിയുടെ അടുത്ത് നിറങ്ങിയത്. ഞാൻ മെയിൻ റോഡുക്ക് പക്കത്തിൽ എത്തുമ്പോത് ഒരു വലിയ ശബ്ദം കേട്ടിருக்கு. അണ്ണ, എനിക്കൊരു സംശയം. അണ്ണൻ ഈ കുഞ്ഞിനെ എടുക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? നീ കവലപ്പെട വേണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോരുന്നത് യാരുമേ കണ്ടതില്ല. ആണോ? അന്റെ സമയത്ത് അവിടെ യാരുമേ ഇല്ലായിരുന്നു. ഇനി ആരെങ്കിലും ഇതിന്റെ പിന്നാലെ അന്വേഷിച്ചു വരുമോ? കുഞ്ഞിന് എനക്കാണ് കടിച്ചതെന്ന് യാർക്കും തെരിയില്ലല്ലോ. ഇനി യാരെങ്കിലും വന്നാ തന്നെ കരയില്ലേ? ഇത് നമ്മ കുഞ്ഞു താനേ, നീ പ്രസവിച്ച നമ്മ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയ വിവരം ആളുകൾക്കൊക്കെ അറിയാമല്ലോ. അതൊക്കൊന്നും കവല വേണ്ട. അത് കൊഞ്ചം പേർക്ക് തന്നെ അറിയൂ. തൽക്കാലം കൊഞ്ച നാൾ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോണ്ട. ഇവിടെ പിന്നെ അധികം അയൽക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര പെട്ടെന്ന് യാരും ഇങ്ങ പാക്ക പോവതില്ലേ. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇവൾ നമ്മുടെ മോളാ, നമ്മുടെ മാത്രം മോള്. ന്യൂമോണിയ ബാധിച്ചാണ് സാർ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചത്. പൂങ്കോടിയുടെ മരണം ഇവളെ വല്ലാണ്ട് ബാധിച്ചിരിക്കും. അന്ത വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇന്ന കുഴന്തയെ കിടച്ചത്. എന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവളെന്റെ പൂങ്കൊടി തന്നെയായിരുന്നു. മതിയോ? മതി 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 മതി. കണ്ടോ, ഒരു കരച്ചിലും ഇല്ലാതെ അവള് പാലുടിച്ചു. അവള് നിലച്ചിരിക്കുന്നത് ഇത് അവളുടെ സ്വന്തം അമ്മ താന്ന. അല്ലെന്ന് ആരാ പറഞ്ഞത്? ഇവളെന്റെ സ്വന്തം മോള് തന്നെയാ, അല്ലേ മോളെ? കുഴന്തയ്ക്ക് നമ്മ എന്ന പേരിടോ? നിങ്ങളൊരു പേര് കണ്ടുപിടിക്ക്. അത് വേണം, നീ താൻ ഒരു പേര് സൊല്ലുമ. ഇവൾക്ക് നമ്മുടെ കുഞ്ഞിന്റെ പേര് തന്നെ മതി, പൂങ്കൊടി. ഇത് താൻ ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരുന്നത്. കുഴന്തയ്ക്ക് പൂങ്കൊടി 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 ഉമ്മ. പിന്നെ എങ്ങനെ ആ കുഞ്ഞ് ഓർഫനേജിലെത്തി? അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്? അതൊക്കെ ഒരു കാരണം ഇருக்கு സാർ. ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയത് അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു സാർ. ഈ കുഞ്ഞിനെ ഞങ്ങൾ മോഷ്ടിച്ചാണെന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ ശല്യപ്പെടുത്തി സാർ. കേസുണ്ടാകുമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തി. ഞങ്ങൾക്ക് അവിടെ ആ നാട്ടിൽ ആരും ഒരു സഹായത്തിനുണ്ടായിരുന്നില്ല. ആളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോ ഞങ്ങൾ പേടിച്ചുപോയി. പക്ഷേ അങ്ങനെ ആ കുഞ്ഞിനെ വെറുതെ എവിടെയെങ്കിലും കളയാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ അല്ലെങ്കിലും നല്ലൊരു സ്ഥലത്ത് അവൾ ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി.
പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അനാഥാലയത്തിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. പൂങ്കടി ഞങ്ങളുടെ കുഞ്ഞല്ലെന്ന് അനാഥാലയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആ സ്വാമിജി പറഞ്ഞപ്പോ ഞങ്ങള് പൂങ്കോടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ പോയിരുന്നോ? ഇല്ല. അതേക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഇവൾക്ക് സങ്കടമായിരുന്നു. പിന്നെ അധിക നാൾ ഞങ്ങൾ കേരളത്തിൽ നിന്നില്ല, തിരിച്ച് ഇവിടേക്ക് പോന്നു. ഓർഫനേജിൽ നിന്നും പിന്നെ ആരും നിങ്ങളെ വിളിച്ചിരുന്നില്ലേ? 1-2 വർഷങ്ങൾ കഴിഞ്ഞു കാണും. ഒരിക്കൽ ആ സ്വാമിജി വിളിച്ചിരുന്നു. അതെന്തിനായിരുന്നു? ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത്. വരാൻ പറ്റുമോ എന്ന് സ്വാമിജി ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പോയില്ല. ആരാ കുഞ്ഞിനെ ദത്തെടുത്തെന്നറിയാവോ? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഏതൊരു സ്ത്രീയാണെന്നാ അന്ന് ആ സ്വാമിജി ഫോൺ വിളിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞത്. പിന്നീട് ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലേ? ഇല്ല സാറേ. കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുന്നതിനിടയിൽ അതൊന്നും ഓർക്കാൻ പറ്റിയില്ല. പിന്നെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. അല്ല സാറേ, ഇപ്പം നിങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിച്ച് വരാൻ എന്താ കാരണം? ആ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഞങ്ങൾക്കങ്ങനെ ആ കുഞ്ഞുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും കുഞ്ഞാണോ? വെറുതെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാ. അല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് വന്നത്? ഞങ്ങള് വേറൊരു കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അതിനിടയിലാ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ടാ നിങ്ങളെ കാണാനായിട്ട് വന്നത്. സത്യം പറ സാറേ, ആ കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ? അവളിപ്പോ വളർന്ന് വലുതായി കാണും. ആ കുഞ്ഞിപ്പോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സാറേ? നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ഞങ്ങളൊരു സന്നദ്ധ സംഘടനയിലുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ സാർ. എന്ത് കുഴപ്പം? നിങ്ങൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. മധുര മീനാക്ഷിയുടെ അനുഗ്രഹമുള്ള കുഞ്ഞിനെ പോലെയാ ആ കുഞ്ഞിനെ കിട്ടിയപ്പോ എനിക്ക് തോന്നിയത്. മറ്റാരുടെയോ മുതല് കൈവശം വയ്ക്കുന്ന പോലെ. പിന്നെ കേസും കൂട്ടും വരുമെന്ന് ആളുകൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഞങ്ങള് അങ്ങനെ ചെയ്തത്.